സംസ്ഥാനത്ത് 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 76 കുടുംബങ്ങളിൽ നിന്നായി 224 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 2 ദിവസത്തിനിടെ ശക്തമായ കാറ്റിലും മഴയിലും 98 വീടുകൾ തകർന്നു. 97 വീടുകൾ ഭാഗികമായും തകർന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചിരികയാണ്. പ്രജിത്ത്, സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിരിക്കുന്നതിന് മറ്റു വിവരങ്ങളും. വീടുകൾ തകർന്നതിന്റെ കണക്കിൽ ആകെ 98 വീടുകളാണ് തകർന്നത്. അതിൽ ഒരു വീട് മാത്രമാണ് പൂർണ്ണമായി തകർന്നത്. ബാക്കി 97 വീടുകളും ഭാഗികമായി തകർന്നിരിക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 13 എണ്ണവും ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങിയതാണ്. ആകെ 76 കുടുംബങ്ങളിൽ നിന്നായി 224 പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ നിലവിലുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ 5 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. 24 കുടുംബങ്ങളെ ആകെ 86 പേരെയാണ് വയനാട്ടിൽ മാത്രം മാറ്റി പാർപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളും ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ആലപ്പുഴയിലും 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിൽ 2 ക്യാമ്പുകളും തിരുവനന്തപുരത്തും 2 ക്യാമ്പുകൾ പുതുതായി തുറന്നു. ബാക്കിയുള്ള ജില്ലകളിൽ ഇടുക്കിയിലും എറണാകുളത്തും തൃശ്ശൂരിലും ഓരോ ക്യാമ്പുകൾ വീതം തുറന്നിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിലവിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല. മഴ കനത്ത സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇവരെയെല്ലാം മാറ്റി പാർപ്പിച്ചത്. വീടുകൾ തകർന്ന സാഹചര്യത്തിലാണ് മാറ്റി പാർപ്പിച്ചത്. എന്തായാലും ഈ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. 7ഓളം ജില്ലകളിൽ, മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഉണ്ട്. അങ്ങനെ നാളെയും ഈ രീതിയിൽ ഓറഞ്ച് അലർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ചില ദിവസങ്ങളിൽ തുറക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.